രാഷ്ട്രീയ കേരളം ചൂടുപിടിച്ച് 100 ഡിഗ്രിയും കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ തെക്ക് നിന്ന് വടക്ക് വരെയും രാഷ്ട്രീയ പോര് മുറുകുകയുമാണ്. അവിടെ തനിക്ക് വേണ്ടി ഒട്ടിച്ചുകൂട്ടിയ എല്ലാ പോസ്റ്ററുകളുടെയും മണ്ഡലങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് മുരളീധരൻ ആദ്യം പറഞ്ഞത് മത്സരിക്കാൻ ഞാനില്ലേ എന്നാണ്. സത്യത്തിൽ ഇത്തവണ പാർട്ടിയെ വിജയിപ്പിക്കുക എന്നതിനപ്പുറത്ത് മത്സരിച്ച് വിജയവും തോൽവിയും അറിഞ്ഞ് ഞാൻ മടുത്തു എന്ന അവസ്ഥയിലാണോ മുരളീധരൻ ഈ പറയുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഞാൻ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ മുരളീധരന് വേണ്ടി ചുമരിൽ പതിയുന്ന പോസ്റ്ററുകൾക്ക് കയ്യും കണക്കുമില്ല. ഇത് വളർത്താനാണോ കൊല്ലാനാണോ എന്ന ആശങ്ക കൂടി മുരളീധരനുണ്ട് താനും. അവിടെ ഒരു കാര്യം കൂടി മുരളീധരൻ പറയുന്നുണ്ട്. തൃശ്ശൂരിൽ കോൺഗ്രസിനകത്ത് പാർട്ടിക്കകത്ത് ഒരൊറ്റുകാരനുണ്ട് എന്ന്. അത്തരക്കാർ പാർട്ടിക്കകത്തു നിന്നും തൃശ്ശൂരിൽ പണി തരുന്നുമുണ്ട് എന്നുകൂടി മുരളീധരൻ അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കെ മുരളീധരൻ തന്റെ സഹോദരി കൂടിയായ പത്മജ BJPയുടെ ഒപ്പം ചേരുകയാണ് ഉണ്ടായത്. കേരളത്തിൽ വലിയ കോളിളക്കം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ഒരു വാർത്ത കൂടിയായിരുന്നു ലീഡറുടെ മകൾ BJPയിൽ പോയി എന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ പച്ച പിടിക്കാനൊന്നും പത്മജയെ കൊണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തുക കൂടെ ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ പത്മജയ്ക്ക് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടുമോ എന്നുള്ളതും സംശയകരമാണ്. അതേ തൃശ്ശൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവിടുത്തെ കോൺഗ്രസിനെ ഒരൊറ്റുകാരനുണ്ട് എന്നും ആ ഒറ്റുകാരനെ കുറിച്ച് മുരളീധരൻ പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി മുരളീധരൻ പറയാനുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ UDF BJP മത്സരമാണ് നടക്കുക എന്ന്. കഴിഞ്ഞ ദിവസം നേമത്ത് ഇനി മത്സരിച്ചാൽ തോൽവി ഉറപ്പിച്ച ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി പോലും പറയുന്നത് നേമത്ത് BJPയോടൊപ്പം സതീശൻ അഥവാ പ്രതിപക്ഷ നേതാവെ നിങ്ങൾ മത്സരിച്ചോളൂ എന്നാണ്. വർഗീയതക്കെതിരെ ഒത്തിരി കൊടി ഉയർത്തുന്നതല്ലേ, അപ്പൊ പിന്നെ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് താനും. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം മത്സരിക്കൂ എന്നും പറഞ്ഞു. അതായത് CPM തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു UDF BJP മത്സരമാണ് എന്ന്. എന്തായാലും മുരളീധരന്റെ ചില പ്രതികരണങ്ങളുണ്ട്, അതൊന്ന് കാണാം. കായംകുളത്ത്, തിരുവനന്തപുരത്ത്, തിരുവമ്പാടി സകലമാന സ്ഥലത്ത് മുരളിയാന്റെ പേരാണല്ലോ പറയണത്. ഞാൻ മത്സരിക്കാനുള്ള മൂഡ് തന്നെ എനിക്കില്ല. പിന്നെ പാർട്ടി തീരുമാനിക്കേണ്ട. അതെന്താണ് കാരണം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നൊരു ശരിയല്ല. അതുകൊണ്ടൊന്ന് മാറി നിൽക്കാത്തവണെന്ന് വിചാരിക്കുക. ഏതായാലും അത് പാർട്ടി തീരുമാനിച്ചോട്ടെ. അല്ല, അതെങ്ങനെയാ ശരിയാ? മുരളിയേട്ടനെ പോലെ ഒരാൾ മാറി നിന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയല്ല മുരളിയേട്ടൻ. അല്ല, ഇപ്പോൾ തിരുവനന്തപുരം ഒക്കെ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാമല്ലോ പാർട്ടിക്ക് വേണ്ടി. കോഴിക്കോട്, തിരുവമ്പാടിയിലൊക്കെ അങ്ങയുടെ അങ്ങയുടെ വരണമെന്ന് പറഞ്ഞുള്ള പോസ്റ്റർ എല്ലായിടത്തും ഉണ്ട്. ആകെ ഒരിക്കൽ മാത്രം കോൺഗ്രസ് ജയിച്ച ചടയമംഗലത്തും എഴുതിയിട്ടുണ്ട്. പയ്യന്നൂരും മറ്റേ കല്യാശ്ശേരി മാത്രമില്ല, ബാക്കി എല്ലായിടത്തും. ഈ കോൺഗ്രസ്സുകാർക്ക് അത്ര സ്നേഹമാണോ? അത് സ്നേഹമാണോ നിഗ്രഹമാണോ? അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിഗ്രഹത്തിന്റെ ഭാഗം സാധ്യതയുണ്ട്. അല്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനിതൊന്നും അറിയുന്നില്ല. എനിക്ക് ഇതോട്ട് പങ്കുമില്ല. ഇത്തവണ കുഴി ചാടത്തില്ല. ഇല്ല ഇല്ല. ഈ ഇതാണ് നിയമം ബേസ് ചെയ്തിട്ട് ശിവൻകുട്ടി പറയുന്നത് പല വെല്ലുവിളികളും നടത്തുന്നത്. എന്തായാലും വസ്തുത അല്ല, ശിവൻകുട്ടി ഇപ്പോൾ നേമത്ത് ഞങ്ങളുടെ മുദ്രാവാക്യം എന്താ അറിയുക? സംഘിയും വേണ്ട, സംഘി കുട്ടിയും വേണ്ട, UDF മതി. അതാണ് നേമത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ UDFന് നല്ല ഒരു പുതിയ സ്ഥാനാർത്ഥി വരും, ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി വരും. ശിവൻകുട്ടീന് രാജീവ് ചന്ദ്രശേഖരനെയും തോൽപ്പിക്കും. രാജീവ് ചന്ദ്രശേഖരൻ രാവിലെ പറഞ്ഞത് UDFും CPM BJP സംയുക്ത സഖ്യവും തമ്മിലുള്ള മത്സരം. അപ്പം അദ്ദേഹം പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാണ്. അദ്ദേഹം BJP എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്ന് പൂരിപ്പിക്കുന്നത് BJPയോടൊപ്പം CPM, ആ സഖ്യവും UDFുമായിട്ടുള്ള മത്സരം. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. BJP മറ്റേ CJP, സോറി മറ്റേ കോൺഗ്രസ് CJP സഖ്യം. അതെ, കോൺഗ്രസും CJP ആയിട്ടുള്ള മത്സരം. കമ്മ്യൂണിസ്റ്റ് BJP സഖ്യവും ഞങ്ങളും തമ്മിലുള്ള മത്സരം. ഈ വ്യക്തിപരമായി മത്സരിക്കാനേ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഈ പ്രതിപക്ഷ നേതാവിന് നിയമത്തേക്ക് ക്ഷണിക്കുന്നതിന് പിന്നിലുള്ള തിയറി എന്താണ്? അത് നിയമത്ത് എന്താ പറയേണ്ടത്, BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുക കഴിഞ്ഞ തവണത്തെ പോലെ. അതാണ് കക്ഷി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണ ശിവൻകുട്ടിക്ക് കിട്ടിയ ന്യൂനപക്ഷ വോട്ട് ഇത്തവണ ലഭിക്കില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെ സംഘിക്കുട്ടി എന്ന് വിളിച്ച ആദ്യം ഞങ്ങളല്ല, ASF ആണ് ആദ്യം വിളിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. PM ശ്രീയിൽ ഒപ്പുവെച്ചു. 2, രാജീവ് ചന്ദ്രശേഖരൻ പോലും പറയാത്ത പോലെ, അദ്ദേഹം പോലും പറയാത്തൊരു കാര്യം പറഞ്ഞു. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്ത് ശബരിമലയിൽ മോഷണം പോയ സ്വർണം വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരു
നോൺ BJP നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശിവൻകുട്ടിയാണ്. BJP പോലും അത്ര കടത്തി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പക്ക RSSൻ്റെ ഏജൻ്റായിട്ട് മാറിയിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾ ഇത്തവണ നിയമത്ത് കഴിഞ്ഞാണ് ന്യൂനപക്ഷ വോട്ട് കൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചതെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷത്തിനെയും കിട്ടില്ല, ന്യൂനപക്ഷത്തിനെയും കിട്ടില്ല, UDF ജയിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സംഖ്യയും വേണ്ട, സംഖ്യ കുട്ടിയും വേണ്ട. മത്സര രംഗത്ത് എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു ചർച്ചയിലേക്ക് അത് കഴിയുന്നത്ര ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വേണ്ട എന്നൊരു ഏകദേശമായൊരു ഒപ്പീനിയൻ വന്നിട്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്യുന്ന ഹൈക്കമാൻഡാണ്. പക്ഷെ പല ആളുകൾക്കും ഭയങ്കര മോഹമുണ്ടല്ലോ. അല്ല, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറയാം, ഇപ്പോൾ ഞങ്ങൾക്കൊരു ജോലിയുള്ളത് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാണ്. നിങ്ങൾ ചാനലുകാർക്ക് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ 3 ഇരട്ടി ജോലി നിങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോരോ വാർത്തകൾ വരുന്നത്. നിങ്ങൾ തന്നെയാണ് മോഹം ഉണ്ടാക്കുന്നു, മോഹഭംഗം ഉണ്ടാക്കുന്നു നിങ്ങൾ തന്നെയാണ്. അല്ലാതെ സുധാകരനോ കോൺഗ്രസ് പാർട്ടിയോ ഒന്നും ആ രീതിയിൽ ഒന്നും ചിന്തിച്ചു. ഈ പോസ്റ്റ് ഒന്നും ഇട്ടിരിക്കുന്ന ഞങ്ങൾ അത് എൻ്റെ അഭിപ്രായം ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി പാർട്ടി തീരുമാനിച്ചോട്ടെ.